ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പുതിയ പുതിയ വീഡിയോസുകൾ ഇനിയിപ്പോൾ യൂട്യൂബിൽ വീഴുന്നതായിരിക്കും. എല്ലാവരും ഷെയറും ലൈക്കും കമൻസും ഒക്കെ തന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മളെയും കൂടെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടണം. മാക്സിമം പറ്റുന്നിടത്തോളം നിങ്ങൾ ലൈക്കെങ്കിലും തരാൻ നോക്കണം പ്ലീസ്, എൻ്റെ ഒരു അപേക്ഷയാണ്. നിങ്ങളെ പ്രതീക്ഷിച്ചാണ് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത്. എന്താണെന്നറിയത്തില്ല, ആരും നമ്മുടെ വീഡിയോസിന് ലൈക്കൊന്നും തരുന്നില്ല. നമ്മളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കും, നമ്മളിഷ്ടമല്ല, അത് തന്നെയാണ് കാരണം. അപ്പോൾ ഇഷ്ടപ്പെടുന്നിട വരേക്കും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ലൈക്ക് തരിക, കമൻ്റ് ഇടുക. ഓക്കെ. അപ്പോൾ രാവിലെ മക്കളെ വിടാൻ വേണ്ടിയിട്ടുള്ള തെരുകിടത്തും പരിപാടികളാണ് ഇവിടെ കിച്ചണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പാലൊക്കെ റെഡിയാക്കി, രാവിലെ പാല് വരും കേട്ടോ, പാലൊക്കെ റെഡിയാക്കി. അതേപോലെ തന്നെ വലിയ മോന് ചെറിയൊരു പനിയുടെ ഒരു ലക്ഷണമുണ്ട്, ഒരു തൊണ്ടയടപ്പും വേദനയൊക്കെ. അപ്പോൾ അവന് രാവിലെ ഉറക്കത്തിൽ തന്നെ എടുത്ത് പറഞ്ഞു ഇഞ്ചി വെള്ളം വേണമെന്ന്. അപ്പോൾ ഇഞ്ചി തിളപ്പിച്ച് ചെറിയ ചൂടോടെ ഓരോ കവൾ വെള്ളം കുടിക്കാമെന്നുണ്ടെങ്കിൽ ആ തൊണ്ടയ്ക്ക് ഒരു ചെറിയ ആശ്വാസം കിട്ടും, അതിനാണ്. അപ്പോൾ അത് രാവിലെ മോനുള്ളത് റെഡിയാക്കി. അപ്പോൾ അവന് പനിയായ കാരണം അവന് ചോറ് കൊണ്ടുപോകാൻ കറികളൊന്നും വേണ്ട, മുളക് ചമ്മന്തിയും മുട്ട പൊരിച്ചതും മതിയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ 2 ഉള്ളി എടുത്തിട്ട് മുളക് പൊടി ഉപ്പും വെളിച്ചെണ്ണയെല്ലാം ഒഴിച്ചിട്ട് അതിൻ്റെ ചമ്മന്തി ഞാൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പക്ഷേങ്കിൽ അത് മിസ്സായിപ്പോയി, ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് കേട്ടോ. ചോറെടുക്കുന്നതും ഉണ്ടായിരുന്നു, 2 മിസ്സായിപ്പോയി. എന്നാലും ഞാൻ നിങ്ങളെ ഒത്തിരി വെറുപ്പിക്കാതെ തന്നെ ഞാൻ സ്പീഡപ്പ് ആക്കിയിട്ട് ഞാൻ ഈ വീഡിയോ മാക്സിമം നിങ്ങൾക്ക് വെറുപ്പുണ്ടാകാത്ത രീതിയിലാണ് ഞാൻ ഇനി വീഡിയോസുകളൊക്കെ ഇടുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞു തന്ന് നമുക്കും നല്ല ഒരു സപ്പോർട്ടിങ് തരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പം വലിയ മോന് പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡി ആകുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ചെറുതും എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ അവന് പാലും ഏത്തക്കയും അടിച്ച് കൊടുക്കണം. അപ്പോൾ 2 പേർക്കും കൊടുക്കും, വലിയ മോന് പനി ആയതുകൊണ്ടാണ് കൊടുക്കാത്തത്. അപ്പോൾ ചെറിയ മോനും എഴുന്നേറ്റിട്ടുണ്ട്, അത് കാരണം ഞാൻ എളുപ്പം അവനും കൂടി റെഡിയാക്കുകയാണ്. പാലും ഏത്തക്കയും അടിച്ചു കൊടുത്താൽ 2 പേരും ഇഷ്ടം പോലെ കഴിച്ചോളും. അതിപ്പോൾ അവർ വീട്ടിൽ ലീവായിട്ടിരിക്കുകയാണെങ്കിലും 3 നേരം കൊടുത്താലും അവർ കഴിക്കും. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ കൊടുക്കാൻ മെയിൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, എനിക്കിവരെ ചെറിയ സമയത്തൊന്നും എനിക്കിവരെ നല്ലോണം കെയർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നാമത് സാമ്പത്തികമായിട്ട്, രണ്ടാമത് ഞാൻ ഇവർ അടുത്തുമില്ല. ഇവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ജോലി ചെയ്ത് ഓരോ സ്ഥലത്ത് ഓടി നടക്കുമായിരുന്നു. അന്നൊന്നും എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ നല്ലോണം നോക്കാൻ കഴിയാത്തൊരു സങ്കടം. ഇപ്പം ഞാൻ വീട്ടിലിരുന്നിട്ട് എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഓടി നടന്ന് ചെയ്യുന്നുണ്ട്. അപ്പം അത് എനിക്ക് വലിയൊരു സന്തോഷമാണ്. എനിക്ക് അത് ഇതുപോലും ചെയ്യാൻ കഴിയാത്ത ഒരുപാട് അമ്മമാരുണ്ട് നമ്മുടെ നാട്ടിലെ. ആഗ്രഹങ്ങളുണ്ട്, മക്കൾക്ക് അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ കൊണ്ട് നടക്കണം, അവരെ ഇന്ന നിലയിലെത്തിക്കണം, അതിനു വേണ്ടി എന്തെല്ലാം ചെയ്യണം എന്നൊക്കെ ഓർത്തിട്ട് ഒരുപാട് അമ്മമാരുണ്ട്. പക്ഷെ അവർക്കൊന്നും നടക്കാൻ പറ്റാതിരിക്കാം. എനിക്ക് എപ്പോഴെങ്കിലും ആകുന്നതിൽ ഭയങ്കര ഞാൻ സന്തോഷവതിയാണ്. അപ്പം ഇത് ഇങ്ങനെ അടിച്ചിട്ട് വെറുതെ ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ച് കൊടുത്താലോ മതി. പക്ഷെ എന്നാലും എനിക്കത് വൃത്തിയാക്കി കൊടുക്കണം. ഞാൻ നല്ലോണം അരിച്ച് അതൊക്കെ കൊടുക്കത്തുള്ളൂ. അതിന് പിള്ളേരെന്നെ കളിയാകും കേട്ടോ. അവർക്കറിയത്തില്ലല്ലോ ഒരു അമ്മയുടെ മനസ്സെന്താണെന്നുള്ളത് അല്ലേ. അപ്പോൾ 2 മുട്ടയും ഞാൻ 2 പേർക്കും മുട്ട കൊടുക്കും, 2 മുട്ട കൊടുക്കും. എല്ലാം ഞാൻ ഇപ്പോഴാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനെ നിങ്ങളാരും കളിയാക്കി ഒന്നും ചെയ്യരുത്. കാരണം ചെറുതിലൊന്നും എനിക്കൊന്നും കൊടുക്കാൻ പറ്റാത്തതിൻ്റെ ഇപ്പോഴും ഞാൻ എന്നെ കഴിയുന്ന പോലൊക്കെ ഞാൻ ചെയ്യുന്നത്. അപ്പം നല്ല ആഹാരമൊന്നും കഴിച്ച് വളർന്ന പിള്ളേരൊന്നും അല്ല അവർ 2 പേരും. പഴങ്കഞ്ഞിയും കഞ്ഞിവെള്ളവും ഒക്കെ കുടിച്ച് തന്നെ വളർന്നു വന്നത്. അപ്പോൾ അത് ഇപ്പം എനിക്ക് 10 പൈസയുടെ വരുമാനം ഉള്ളത് കൊണ്ട് ഞാനത് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഇപ്പോൾ എനിക്ക് വിഷമം കൊണ്ടിട്ട് പറയാൻ പാട് വരുന്നുണ്ടേ. അപ്പോൾ ഒരു പാലിൽ ഞാനിപ്പോൾ ഒരു മുട്ട പൊട്ടിച്ച് വെച്ചത് വേറെ ആർക്കും വേണ്ടിയല്ല, ഇവിടെ ഒരു സുന്ദരിക്കുട്ടിയുണ്ട് ഞങ്ങൾ വളർത്തുന്നു, അവൾക്ക് വേണ്ടിയിട്ട്. അവൾക്ക് മുട്ട ഇങ്ങനെ ചോറൂടെ ഇട്ടിട്ട് ഇങ്ങനെ ചൂടാക്കി കൊടുക്കുന്ന അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി കേട്ടോ. ചൂടാക്കി തണുക്കാൻ വയ്ക്കും. തണുത്ത് അവൾക്ക് കൊടുക്കുന്നത്. അതിനിടയ്ക്ക് വലിയ മോന് പോയിട്ടുണ്ട്. ചെറിയ മോനെ ഞാൻ മാഗി ഉണ്ടാക്കാൻ വെച്ചായിരുന്നു. അപ്പോൾ മാഗിയും റെഡി ആയിട്ടുണ്ട്, അവൻ കുളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ വരുമ്പോൾ ഞാൻ മാഗിയും സാധാരണ അവനൊന്നും അങ്ങനെ കഴിക്കാറില്ല, ഇന്ന് മാഗി വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ്. വലിയ മോന് ഇച്ചിരി മാഗി മാത്രമേ കഴിച്ചിട്ട് പോയത്. പനി കാരണം അവനൊന്നും വേറൊന്നും കഴിച്ചില്ല. പിന്നെ ആണെങ്കിൽ ഈ പാലടിച്ചതും 2 മുട്ടയും കൂടെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ ചെറിയ മോന് കൊണ്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ വലിയ മോനെല്ലാം കഴിച്ചു കേട്ടോ. വലിയ മോന് കഴിച്ചെന്നല്ല, വലിയ മോന് മാഗിയും കഴിച്ചിട്ട് പോയി.
ഇത് കണ്ട അവൾക്ക് മടിയാണേ. അവൾക്കും കഴിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടമാണ്. അവൾ കണ്ട മണപ്പിച്ച് നോക്കിയിട്ട് അവൾ ചെന്നാൽ പാലെടുത്ത് കുടിക്കുക. പാൽ കുടിക്കാൻ അവൾക്ക് ഇഷ്ടം. മുട്ട വെറുതെ വാട്ടി കൊടുക്കുമെങ്കിൽ അങ്ങ് കുടിക്കും. എത്ര മുട്ട വേണേലും കുടിക്കും. പക്ഷെ ചോറിനകത്തിട്ട് ഇളക്കി ഇത് കഴിക്കത്തില്ല. ഇത് കഴിക്കും, പക്ഷെ കുറേ കഴിഞ്ഞിട്ടേ കഴിക്കത്തുള്ളൂ. അതാ. അപ്പോഴത്തേന് ചെറിയ മോൻ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. ചെറിയ മോന് ഞാൻ പാലും കൂടെ കൊടുക്കുകയാണ് കേട്ടോ. പാലും കൂടെ കൊടുക്കാം. കഴിച്ചിട്ട് പോട്ടെ. ഹായ്. അപ്പം എൻ്റെ ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ കുളിച്ച് ഫ്രഷായി. മക്കളുമാർ രണ്ടുപേരും ജോലിക്ക് പോയി. കഴിക്കാനുള്ളതും കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ വെച്ച് കഴിക്കാനുള്ളതും കൊടുത്തിട്ടുണ്ട്. രണ്ടുപേരും പോയി. അപ്പോൾ ഒരാൾക്ക് രാവിലെ 12 മണിയാകുമ്പോൾ കയറണം, ഒരാൾക്ക് 2 മണിക്കും കയറിയാൽ മതി. അപ്പോൾ രണ്ടുപേരും ചെറുതിപ്പോഴും അങ്ങോട്ട് പോയതേ ഉള്ളൂ. അപ്പോൾ ഉച്ചക്കലത്തേക്ക് ചോറും തീയലും ഉണ്ട്. പിന്നെ പപ്പടം വറുത്തയുണ്ട്. പപ്പടം ഇത് റൈസ് വേവിക്കുന്ന കുക്കറാണേ. അപ്പോൾ അതിനകത്താക്കി വെച്ചേക്കും. അതിനകത്താകുമ്പോൾ നല്ല ചൂടോടെ ഇരുന്നതും പപ്പടമേ. പിന്നെ അച്ചാറുണ്ട്. പിന്നെ വേണമെങ്കിൽ 1-2 മുട്ടയും കൂടെ പൊരിക്കാം. പിന്നെ വലിയമോന് പനി കാരണം അവന് മുളക് ചമ്മന്തിയും പിന്നെ മുട്ട പൊരിച്ചത് മതി എന്ന് പറഞ്ഞു. കറിയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് ഉള്ളിക്കറി അവനങ്ങനെ കഴിക്കാറില്ല. ഉള്ളിത്തീയലൊന്നും അവന് ഇഷ്ടമല്ല. പിന്നെ ഇപ്പം ഞാനിനി ഇപ്പോഴേ കഴിക്കാറില്ല. ഞാനിനിയിപ്പോൾ കഴിക്കുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 3:30-4 മണിയൊക്കെ ആവും. എന്നെ കണ്ടറിയത്തില്ലേ കഴിപ്പൊക്കെ എങ്ങനെയാണെന്ന്. അപ്പം പിന്നെ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കൂടെ സപ്പോർട്ട് ചെയ്ത് നമ്മളെയും കൂടെ ഒന്ന് പരിഗണിക്കണം. വീഡിയോസുകളൊന്നും ശരിയല്ലെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ യൂട്യൂബിലൊന്നും ഞാൻ അങ്ങനെ അധികം വീഡിയോ ഇടാറില്ല. എനിക്കറിയത്തില്ല. പക്ഷേ യൂട്യൂബിൽ കണ്ടിന്യൂ വീഡിയോ ആയിട്ട് വരാമെന്നൊരാഗ്രഹം. ഇപ്പം അങ്ങനെ ചെയ്യാൻ മെയിൻ കാരണം എൻ്റെ ഒരു കൂട്ടുകാരി യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവളെന്നോട് പറഞ്ഞു, എടി നീ ചെയ്യും, ഞാനോട് സപ്പോർട്ട് ചെയ്യാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ ഒരു സന്തോഷത്തിലാണ് ഞാനും വീഡിയോ ഇങ്ങനെ എന്നാൽ കണ്ടിന്യൂ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫേസ്ബുക്കിലാണ് ഏറ്റവും കൂടുതൽ വീഡിയോസുകളൊക്കെ ഇടുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളെയും കൂടെ പരിഗണിക്കണം. നമ്മളിലുള്ള കുറവുകളും കുറ്റങ്ങളും ഒക്കെ പറഞ്ഞു തന്ന് നമ്മളെയും നിങ്ങളൊപ്പം കൊണ്ടുവരണം എന്ന് നമ്മൾ അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാ ജോലിയും കഴിയുമ്പോൾ ഒരു ഗ്ലാസ് പാല് കുടിച്ചത് അത്രയും ക്ഷീണം ശരീരത്തിന് വലിയ ബാധകമാകത്തില്ലല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.